മൈ ചാനൽ. ഇന്ന് നമ്മൾ എവിടേക്കാ പോണു എനിക്കറിയില്ല. എവിടേക്കാ പോണു? നമുക്ക് ഒരു ലക്ഷ്യമില്ലാത്ത യാത്രയാണ്. എവിടെ പോയി എവിടെ എത്തും എങ്ങനെയാന്ന് നമുക്ക് ഭൂമി ഉണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും എത്തും അറിയാം. ഞായറാഴ്ചയായിട്ട് നമ്മൾ രാവിലെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിലത്തെ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയേക്കാണ്. എങ്ങടാന്നും എനിക്കറിയില്ല. ഞങ്ങള് പറഞ്ഞ പോലെ ലക്ഷ്യമില്ലാതെ പോവാണ്. എവിടേക്കാന്ന് അറിയില്ല. എവിടെയെങ്കിലും ഒക്കെ ചെന്ന് പോയിടും. അപ്പൊ അതുകൂടാതെ നമ്മുടെ പുതിയ EV കാർ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു യാത്ര എങ്ങനെയുണ്ടെന്ന് നോക്കണം. അതിന്റെ യാത്ര കംഫർട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കണം. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസും കൂടെ അതിനു വേണ്ടിട്ടാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മൾ എന്താ പറയാ, ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഗിയർ ഇങ്ങനെ മാറ്റാൻ നോക്കണ്ടേട്ടത്. ഗിയർ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഗിയർ മാറ്റാൻ കൈ പോവാ. നമ്മള് മറ്റേത് അല്ല ഉപയോഗിച്ചിട്ടുണ്ട്, അതായത് മാനുവലല്ല ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ട് ഇതിപ്പോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റാൻ പോകട്ടോ. അങ്ങനെ കുഴപ്പമില്ല, നല്ല യാത്ര നല്ല സുഖാണ് കേട്ടോ. നമ്മള് വണ്ടിയുടെ ഒരു ഇതും കൂടി നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പൊ ഇതിപ്പോ ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയാണ് നമ്മൾ എടുക്കണത്. എപ്പോഴും അപ്ലോഡ് ചെയ്യാന്ന് എനിക്കും അറിയില്ല. എന്തെങ്കിലും ചേട്ടന് പറയാം. അപ്പൊ അങ്ങനെ നമ്മള് ലക്ഷ്യമില്ലാത്ത അതെ സായ ബാക്കിലുണ്ട്. അപ്പൊ നമ്മൾ ലക്ഷ്യമില്ലാത്തൊരു യാത്രയിലാണ്. പാലക്കാട് റൂട്ടിലേക്കാണ് വണ്ടി തിരിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇങ്ങനെ പോണു. എവിടെ എത്തും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഓക്കെ, അവിടെ ഒരാളോട് ചോദിച്ചിട്ട് റൂട്ട് എവിടേക്ക് പോകണം എന്നുള്ളത് ഇപ്പൊ കൺഫേം ചെയ്യുന്നുള്ളൂ. നമുക്ക് എങ്ങടെ ഉണ്ട്? അട്ടപ്പാടി, നമ്മുടെ മണ്ണാർക്കാട് പോയിട്ട് അവിടുന്ന് ഏത് സ്ഥലത്താണ് ചേട്ടാ ഇപ്പോൾ ഉള്ളത്? പാലത്തൂരിന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷ്യമില്ലാത്ത പോക്കാണ്. എവിടെ എത്തും നോക്കട്ടെ. അവിടെ എത്തിയപ്പോ ആലത്തൂർ എത്തിയപ്പോ റൈറ്റ് തിരിയണമെന്ന് മനസ്സ് തോന്നി തിരിഞ്ഞു. ഇനിയിപ്പോ എങ്ങനെ വേണമെങ്കിൽ പോവാലോ, നോക്കാം. നമ്മുടെ യാത്ര ഭൂമി ഉണ്ടായതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും എത്തിച്ചേരുന്ന അറിയാം. ആളിയാർ ഡാം കേട്ടോ, മനസ്സിലാക്കി. ആളിയാർ അതിൽ ആ വഴി വാൾപ്പാറ. അത് അന്ന് ഇവൻ പറഞ്ഞ പോലെ തന്നെ, അന്ന് ഷംസ് പറഞ്ഞ പോലെ നമ്മുടെ ബനും പറഞ്ഞ ആശിഷ് ആ വഴിക്കായിട്ട് കയറി കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇവിടെ നല്ല രസല്ലേ പാലക്കാടിന്റെ ഒരു ഭംഗി അല്ലേ? പ്രത്യേക രസമാണ് അല്ലേ? ഇത് ഗ്രാമ, അതായത് ഇതല്ലേ നമ്മുടെ കൽപ്പാത്തി പോലുള്ള ഗ്രാമല്ലേ അല്ലേ? ശരിക്കും അതേപോലെ ഉണ്ടല്ലേ? ഇത് ബ്രാഹ്മിൻസിന്റെ ഗ്രാമമാണ്. ഗ്രാമം ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. ആ അതേ വല കിട്ടിയിരിക്കണു. ചേട്ടാ നെന്മാറ കൊല്ലംകൊടിക്ക് അറിയില്ലേ? എനിക്ക് അറിയില്ല. ഇതല്ല 33 മിനിറ്റ്. അങ്ങനെ ചാർജിങ് സ്റ്റേഷനിലേക്ക് പോവാട്ടോ. നമ്മള് ചാർജ് ചെയ്തിട്ട് ശീലമില്ലല്ലോ. ഇനി ചാർജിങ് ആയിരിക്കും. കൊറേ നേരം ഇടേണ്ടി വരില്ലേ? കൊറേ നേരമൊക്കെ ഇടേണ്ടി വരില്ലേ? മറ്റേത് പെട്രോൾ അടിക്കാൻ നമുക്ക് പെട്ടെന്ന് പോവാ. പിന്നെ ഇങ്ങോട്ട് പോയ കൊല്ലം കൂടെ ഉണ്ടോ? കൊല്ലം കൂടെ ഈ വഴിക്കുണ്ടാവൂലേ? മുത്തുണ്ടി ഡാം സൗണ്ട് നമുക്ക് ഞാൻ വിളിക്കാം.
പോകുന്നിടത്ത് ഒരു കൂട്ടം നിറയെ ചെമ്മരിയാടുകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വണ്ടി നിർത്തിയതാണ്. പിന്നെ നമ്മൾ നേരെ വണ്ടി വിട്ടു. പക്ഷേ സത്യം പറഞ്ഞാൽ എവിടേക്കാന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ചാർജിൻ്റെ പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. പേടിച്ചാൽ ശരിക്കും നമ്മൾ പോയിട്ടുള്ളത് കേട്ടോ. നമ്മൾ എത്തിയിരിക്കുന്നത് മുതലമടയാണ് കേട്ടോ. മുതലമട നമ്മുടെ തമിഴ്നാടിൻ്റെ ബോർഡറാണ്. എല്ലാം 53 മിനിറ്റ് 57 മിനിറ്റ്. പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കേരളത്തിന്റെ എൻഡാണ്. ഈ പാലാണ്. ഈ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കിടക്കുന്നത് നേരെ അപ്പുറം ഗോവിന്ദാപുരാണിത്. ഈ പാലം കടന്നു കഴിഞ്ഞാൽ തമിഴ്നാടാണ്. നല്ല ജയലളിതേ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ പാലാണ് പൊളിക്കും. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് അരിയും വരില്ല, ഒന്നും വരില്ല ഇങ്ങോട്ട്, പച്ചക്കറിയൊന്നും. ഇതാണ് തമിഴ്നാട്. ചാർജിങ് സ്റ്റേഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, പോയി നോക്കാം. അതാ ചാർജിങ് സ്റ്റേഷൻ നല്ലത്. ഇലക്ട്രിക്കൽ ഓക്കെ, ഹാർഡ്വെയർ ആൻഡ് ഇലക്ട്രിക്കൽ എന്നാണ്. വെഹിക്കിൾ ചാർജിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഇവിടെയും തുടക്കാണ്, അത് കുഴപ്പമില്ല, അടുത്ത പമ്പ് ഉണ്ടാവും. നമ്മുടെ ചാർജ് ചെയ്തപ്പോ ഏകദേശം എത്ര ഇട്ടുണ്ട്? 23% ഇതാണ് തമിഴ്നാട്. തമിഴ്നാട്ടിക്ക് കിടന്നു നമ്മള്. തമിഴ് ഇപ്പൊ തുടങ്ങിയില്ലേ? ആ അതേ കണ്ടോ, നിറയെ മാവുകളാണ്. മാവും തോപ്പാണ് കേട്ടോ ഇവിടെ നിറയെ. അതും പ്രത്യേകിച്ച് മാങ്ങയുടെ സീസൺ ആയില്ലേ, അപ്പൊ നിറയെ ഇങ്ങനെ കായ്ച്ചു കിടക്കുന്നുണ്ട്. പൂത്തിട്ടുണ്ട് അല്ലെ, പൂത്തൊക്കെയാണ് കായ്ക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പഴേ തമിഴ് എഴുതിയത് കാണുന്നല്ലേ. ഇതുവരെ മലയാളം ഉണ്ടായിരുന്നു. തമിഴ്. ഇവിടുത്തെ വീടുകളൊക്കെ ഒരു പ്രത്യേകതയില്ല, സൺഷെയ്ഡ് കുറവാണ് ഇവിടുത്തെ. അതാണ് എനിക്ക് നല്ല രസമുണ്ട്. ചെറിയ വീടാണെങ്കിൽ നല്ല രസമുണ്ട്. മാവ്, തെങ്ങും തോട്ടം കണ്ടോ? തെങ്ങും തോട്ടമൊക്കെ നിറയെ. ചേട്ടൻ പറയുന്നുണ്ട് ഇവിടെ നിറയെ അധികം കൃഷിയാണ് കേട്ടോ. വാഴ, തെങ്ങ്, മാവ്, പിന്നെ അങ്ങനെയല്ലേ കൃഷികളാണ് അധികം. തമിഴ്നാട് കരിമ്പനകൾ കൂട്ടായിട്ട് നിൽക്കണോ? 50% നമുക്ക് ഇവിടെ ഒരൊറ്റ പമ്പ് പോലും കണ്ടിട്ടില്ല അല്ലെ. പെട്രോൾ പമ്പ് ഉണ്ട് അല്ലേ, ചാർജിങ് സ്റ്റേഷനൊന്നും കണ്ടിട്ടില്ല. എന്താവുന്നാവോ? ആദ്യത്തെ വണ്ടി യാത്രയാണ് ഈ വീല്. ഞങ്ങക്ക് ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ലേ. ആദ്യത്തെ ഈ വീലുള്ള ഒരു യാത്രയാണ് കേട്ടോ. എന്നിട്ട് എന്താ 18% ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചാർജ്. ഞങ്ങൾ ചാർജ് സ്റ്റേഷനിലൊന്നും ഇവിടെ കാണാനില്ല, എന്താക്കുന്നൊന്നും അറിയില്ല. ആദ്യത്തെ യാത്ര ഇതേ ഒരു പമ്പ്, പക്ഷെ ഇവിടെ ഒന്നും ഇല്ല തോന്നുന്നു. ഈ വീട് 18% നല്ല ടെൻഷൻ. ഇവിടെ ഒന്നും ഇല്ലെന്ന് ഒരാളോട് ചോദിച്ചപ്പോ പറഞ്ഞത്. നമ്മളിപ്പോ എന്താവും ചേട്ടാ, നമ്മളെന്താവും ഇപ്പൊ പറയാ. പുളി ഉണ്ടോ? ഇതാണ് ഈ തമിഴ്നാടിന്റെ അവസ്ഥ. നല്ല അവസ്ഥയല്ല, നല്ല രസമാണ്. പുളികൾ ഇങ്ങനെ രണ്ട് സൈഡിലും. ഈ പുളിയുടെ വരുമാനം ഉണ്ടെങ്കിൽ നല്ല പൈസ കിട്ടും. ഒരു വർഷത്തിൽ ഇത് മൊത്തം ഗവൺമെന്റ് ടെൻഡർ കൊടുക്കാണ്. ഇത്ര കിലോമീറ്റർ നല്ല പൈസയുണ്ട്. ഇങ്ങനെ പറിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാണ്. ഏതാണ്ടോ പുളി ഇങ്ങനെ ഈ രണ്ട് സൈഡിലും ഇങ്ങനെ നിൽക്കുക. നല്ല ഭംഗിയുണ്ട് അല്ലേ. അത് കൊറേ ദൂരം ഉണ്ടല്ലോ അല്ലേ. ഇത് എന്ത് റിസോർട്ടാന്ന് പറഞ്ഞ പേര്? കാണാണ്ട് കേട്ടോ കൊറേ. അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതന്നെ കണ്ടാ മതി. നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് എന്തൊക്കെയോ ഉണ്ട് തോന്നുന്നു കാണാൻ വേണ്ടിട്ട്.
ഇവിടെ എന്താ ഹെൽമെറ്റ് ആരും വെക്കുന്നില്ലല്ലോ. ഇവിടെ ഉള്ളവർക്ക് അതൊന്നൊരു വിഷയമല്ല. ഹെൽമെറ്റ് പ്രശ്നമല്ല അല്ലേ. മൂളന്ന് വെയിലടിക്കാന്ന്. ഉറങ്ങിയാണ് നീറ്റാ. ബ്രിഡ്ജിന്റെ അടി. கொஞ்சம் போய் லெஃப்ட் திரும்பி போனல. லெஃப்ட் திரும்பணும்ல. நேத்தி தமிழ் எனக்கு தெரியாது. இல்ல கொஞ்சம் லெஃப்ட் திரும்பி போணும். ஸ்ட்ரைட்டா போய் கொஞ்சம் ஸ்ட்ரைட்டா போய் கொஞ்சம் லெஃப்ட் திரும்பணும். நல்லா பாருங்க. நல்லா பாரிட்டு. നിങ്ങൾ തമിഴ്നാട്ടിൽ കിടന്നപ്പോ തമിഴ് இந்த மாதிரி பொண்டாட்டி ஷூட் பண்ணிட்டே இருக்கு. தெரியும் தெரியும். ஷூட் பண்ணிட்டே இருக்கு. ஃபுல் டைம் தான் ஷூட் பண்ணணும். ரொம்ப 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 கஷ்டம் இந்த பொண்டாட்டிയുടെ കാര്യം. അതെ പൊണ്ടാട്ടിയെ பார்த்தாலே ரொம்ப കഷ്ടം. നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കിടന്നപ്പോ മലയാളം പോയോ രണ്ടാളും അച്ഛനും മകളും കൂടി ഭയങ്കര തമിഴാണ്. நாங்க வந்து கேரளா, உங்க வந்து பொள்ளாச்சி, தமிழத்தியா வந்தது. ഞാൻ മാത്രം അന്തം വിട്ടത്. இவங்களுக்கு தமிழ் தெரியாது, அதுக்காக வா மூடிட்டே இருக்கு. അതെ കറക്റ്റ് ആയിട്ട് തമിഴ് പോയിട്ടുണ്ടോ? ചേട്ടനൊക്കെ പറഞ്ഞു ചേട്ടൻ ഇത്രയും കാലമായിട്ട് ഇവിടെ പേസാതൊക്കെ വായ മൂടിട്ട് ഇരിക്കണേ. അതല്ല ചേട്ടൻ ഇത്രയും കാലമായിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടും കൂടി തമിഴ് നല്ല തെറിയും. ഇങ്ങനെ ലെഫ്റ്റ് തിരിഞ്ഞ് പോണമാ. അവിടെ തമിഴ് കേൾക്കുമ്പോ എനിക്ക് കറക്റ്റാ പേസിന് நல்லா பேசிட்டு இருக்கு. பாப்பா நல்லா பேசிட்டு இருக்கு பாப்பா. அப்பா பேசிட்டு அப்பா എന്റെ അച്ഛൻ திரும்பி போங்க. 15 വയസ്സ് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നാട് വിട്ടു പോയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഈ പൊള്ളാച്ചി ഉണ്ടായിരുന്നു കൊറേ വർഷത്തോളം. അതേ പുള്ള അവരെ അതേപോലെ ചെയ്യും. ഒരുപാട് വർഷങ്ങളോളം ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ ലോറിയിലെ ഡ്രൈവറായിരുന്നു. അച്ഛൻ ആ ഒരു ഓർമ്മ ரொம்ப கஷ்டமான அந்த ஆள விஷயத்தை குறித்து பேசியாலே ரொம்ப கஷ்டம். അച്ഛൻ പാവം കൊറേ കാലത്തോളം ഇവിടെ என்ன காரியம் ஒண்ணுமே காரியம் இல்ல. എന്തുണ്ടാക്കി ഒന്നുമേ ഇല്ല. എന്താണ് എന്താ പറയാ? സ്വഭാവം. റിയൽ വേഴ്സസ് റിയൽ ഇപ്പൊ മാറുന്നു. ഓഫ് ചെയ്തിട്ട് ഞാൻ നാഗവല്ലിയായിട്ട് മാറും. ഒരേ നിമിഷം നാഗവല്ലി பார்த்தாலே அந்த சுபாவத்தை பார்த்தாலே உங்களே கொண்டு போயா அந்த மாதிரி கொண்டு வரும். திரும்பி கொண்டு வரும். ரொம்ப சிம்பிளாയ பொண்டாட்டி. അതെ പൊണ്ടാട്ടി കാറേ എടുത്തിട്ട് പോയാലും അവര് തിരുമ്പിട്ടേ കൊണ്ടുവന്നിട്ട് அந்த மாதிரி വിട്ടിട്ട് പോകും. എങ്കേയും വെക്ക മാട്ടെ. ബാംഗ്ലൂർ എത്തി പോലെ ഇല്ലേ? റൈറ്റാ. പൊള്ളാച്ചി സിഗ്നൽ. സ്റ്റേഷനിലെ ചാർജിങ് കാർ ചാർജിങ് സ്റ്റേഷനിലെ 10 ചാർജും ഉണ്ട്. എത്ര കിലോമീറ്റർ ഉണ്ട് അതിനുള്ളിൽ ചാർജിങ് സ്റ്റേഷൻ. ആദ്യത്തെ വണ്ടി യാത്ര ഭയങ്കര ടെൻഷൻ പിടിച്ച യാത്ര. 10 കിലോമീറ്റർ ഉണ്ടോ പക്ഷെ പോയിട്ട് എന്ത് റിസോർട്ടാണ് സായ? അല്ല നമ്മൾ നിർത്തിയത് ഉള്ളിലോട്ട് പോയിട്ടാണത്. നമ്മള് കേറാത്ത പെട്രോൾ പമ്പ് ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നണ ഇപ്പൊ കാണാൻ. അല്ലാതെ ടെൻഷൻ പിടിച്ച പരിപാടിയാണ്. ഇനി എവിടെ എത്തിച്ചു പിന്നെ അവിടെയും കൂടി ഇല്ലെങ്കിൽ പിന്നെ നമ്മളവിടെ നിൽക്കും അല്ലേ? പിന്നെ ബസ് കരുതി പഠിക്കണ്ട.
ഇടയ്ക്ക് കൺഫ്യൂഷൻ പറഞ്ഞ പോലെ പണ്ടൊക്കെ ഇങ്ങനെയല്ലേ, ഈ ഗൂഗിൾ മാപ്പ് വന്നോടുകൂടിയല്ലേ. ചാർജിങ് സ്റ്റേഷൻ തപ്പി കിട്ടിയത് ഒരു കുറച്ച് ഉള്ളിലേക്ക് പോയിട്ടുള്ള ഒരു റിസോർട്ടിലാണ് കേട്ടോ. അതുവരെ അവിടെ അത്രയും ചാർജിങ് സ്റ്റേഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് ഞങ്ങൾ പേടിച്ചു പോയി, കാരണം അവിടെ നിൽക്കുമോ എന്നുള്ളത്. തിരിച്ച് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കണ്ടോ 7%. ഇതന്നെ നമ്മൾ ഉള്ളിൽ തേടി കണ്ടുപിടിച്ചു. അവിടെ പോയിട്ട് നമ്മൾ കുറേ നേരം ഗണ്ണ് ഇടാൻ പറ്റാതെയും ഊരാൻ പറ്റാതെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടോ. എന്നിട്ട് ഇതിപ്പോൾ മോള് കണ്ടോ ഫോട്ടോസ് എടുക്കണേ. അമ്മയ്ക്ക് പ്രസവേദന, മകൾക്ക് വീണവായനെന്ന് കേട്ടിട്ടുള്ളൂ. അവൾക്ക് നമ്മളിവിടെ ഗണ്ണൊന്നും കയറാണ്ട് ബുദ്ധിമുട്ടുമ്പം ഫസ്റ്റ് അല്ലേ, അപ്പോൾ നമ്മൾ ഗോയിസി ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ഇത് ചെയ്യണതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വീട്ടിലാണെങ്കിൽ അത് ശരിയാക്കിയിട്ടുമില്ല ചാർജ് ചെയ്യണത്. അതാണ് നമുക്ക് ഇത്ര ബുദ്ധിമുട്ടായിട്ട് കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് നേരം ചാർജിലിട്ടിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത്. കുറേ നേരം 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റിയത് കേട്ടോ. അതും കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അവിടെ 1.5 മണിക്കൂർ. ചേട്ടനാണെങ്കിൽ വിശന്നിട്ട് ഭ്രാന്ത് വരാൻ തുടങ്ങി. പിന്നെ അവിടെ നമ്മുടെ വണ്ടിയിട്ട് കാരണം നമുക്കൊന്നും പറയാനും പറ്റില്ലല്ലോ. പിന്നെ അവിടെ ഒരു പ്ലാവിൽ നിറയെ ചക്ക നിൽക്കണം. ചക്ക കണ്ടപ്പം പിന്നെ നമ്മുടെ വീട്ടിലുള്ള കാരണം നമുക്ക് അത്ര കൊതിയില്ല, എന്നാലും അതൊരു നിറയെ ഉണ്ട്. താഴെ മുതൽ മേലെ വരെ നിറയെ ഉണ്ട്. ചേട്ടനാണെങ്കിൽ ആകെ ടെൻഷനാണ്. മോൾക്കാണെങ്കിൽ മറ്റേ എന്താ പറയുക, അവിടെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ ഒരു ടെൻഷൻ പിടിച്ച യാത്ര ഇങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ ജീവിതത്തിൽ. എല്ലാമേ മിക്സ് ആയിട്ടാ, ചിക്കൻ മട്ടൺ എല്ലാം മിക്സ് കൂടി അത് മതി. ഒരു നൂഡിൽസ്, ചിക്കൻ നൂഡിൽസ്. ശരിക്കും ഞാനൊക്കെ ആകെ തളർന്നു പോയിട്ടുണ്ട്. കാരണം 3-3:30 നമ്മൾ രാവിലെ ആണെങ്കിലും നല്ല കാര്യമായിട്ടുള്ള ഫുഡൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഈ ഇത് കാരണം കൊണ്ട്, ടെൻഷൻ കാരണം കൊണ്ട്, നമ്മുടെ ചാർജിങ്ങിൻ്റെ ടെൻഷൻ കാരണം കൊണ്ട് നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ തോന്നിയില്ല. അതാണ് ഇത്രയും ലേറ്റായിപ്പോൾ. ഒരു ബിരിയാണി കഴിക്കാം. പിന്നെ അവിടെ സ്റ്റേ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. നമുക്ക് അത്യാവശ്യം സ്റ്റേ ചെയ്യാനുള്ള കുഞ്ഞു കുഞ്ഞു വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ അവിടെ ഒരു പുഴയുണ്ട്. അപ്പോൾ നമ്മൾ ആ പുഴയിലേക്കൊന്ന് വെറുതെ പോയി നോക്കാമെന്ന് വെച്ചിട്ട്, എന്തായാലും നമ്മുടെ വണ്ടിയിൽ ചാർജ് ആയിട്ട് വഴി നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോയതാണ്. അവിടേക്ക് പോകണോ? ജസ്റ്റ് അവിടെ നിന്ന് പോയി ഇരിക്കണെന്തിനാ? അപ്പോഴേക്ക് ഇരുട്ടാവും. ഉണ്ട് അമ്മ, വെറുതെ വേണ്ട വണ്ടിയിൽ ഉള്ളിൽ നിന്നിട്ട് ആ ചെടി കയറ്റാൻ. നല്ല രസമുണ്ടാവും. കിടക്കാൻ പറ്റിയത് അത് കൂടി കിടന്നു.
ഈ മൊത്തം വെള്ള അങ്ങനെ നമ്മൾ തിരിച്ചു വരികയാണ്. ചാർജ് സത്യം പറഞ്ഞാൽ ഒരു 38 അങ്ങാണ്ട് കയറിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും കയറിയുള്ളൂ. അത്രയും മണിക്കൂർ നമ്മൾ എത്ര മണിക്കൂർ 2.5 മണിക്കൂർ 3 മണിക്കൂറോളം ഇട്ടുണ്ട്. എന്നിട്ടും അത്രയും കയറിയിട്ടുള്ളൂ. വീട്ടിൽ കറക്റ്റ് എത്താനുള്ള ചാർജേ ഉള്ളൂ. നമ്മൾ എവിടേക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചു, പക്ഷെ അതൊന്നും നടക്കും തോന്നുന്നില്ല. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാനായിട്ട് തിരിച്ചു. നമ്മളൊരു ഡാം വഴിയൊക്കെ ആയിട്ടോ വന്നത്, പക്ഷെ അതൊന്നും കാണിച്ചില്ല. ഫോണ് നമ്മുടെ ഓഫായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേറെ ഫോണിലാണ് എടുത്തത്. ഒരു ഡാം വഴി നമ്മൾ പോയി. അവിടെ തന്നെ അടുത്തുള്ള ഒരു ഡാമാണ് കേട്ടോ. അതുവഴി ജസ്റ്റ് ഒന്ന് പോയിട്ട് തിരിച്ചു വന്നു. നമ്മളൊരു 7, 8 മണി 9 മണിയൊക്കെ ആയിട്ടോ വീട്ടിലെത്തിയപ്പം. അപ്പോഴേക്കും ഭയങ്കര ടയേർഡായി. ഫുഡിൻ്റെ കാര്യങ്ങളായാലും വെയിലായാലും ഒക്കെ കൂടെ ചാർജിങ്ങിൻ്റെ ടെൻഷനായാലും എല്ലാം കൂടി ആ ഭാഗത്ത് അങ്ങനെ അധികം വണ്ടികളോ കാര്യങ്ങളോ എത്താറുണ്ട്. മോളെ കൊണ്ട് അങ്ങനെ ഡ്രൈവിങ് നോക്കുമായിരുന്നു കേട്ടോ. ഒന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഓടിക്കുമായിരുന്നു. അവൾ ആദ്യമായിട്ട് വണ്ടി ഓടിക്കുക കേട്ടോ. വണ്ടിയിൽ നോക്കിയിട്ടില്ല ഇതുവരെ. അപ്പം ആദ്യമായിട്ട് വണ്ടി ഓടിക്കുകയാണ്. അപ്പം അതിൻ്റേതായ ചേട്ടനും പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. നൈസായിട്ട് തൊട്ട് കൊടുത്താൽ മതി. ഇവിടെ ഈ സ്പീഡിൽ ഇതിനെ പോകുന്നതൊന്നും ആയിട്ടോ. ഇതിൽ സ്റ്റെബിലിറ്റി കാളവണ്ടി